പെരിയ ഇരട്ട കൊലപാതക കേസിലെ 2 പ്രതികൾക്ക് പരോളിന് നീക്കം. 8ാം പ്രതി സുബീഷ്, 15ാം പ്രതി സുരേന്ദ്രൻ എന്നിവരാണ് പരോളിന് അപേക്ഷ നൽകിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള ഇവരുടെ അപേക്ഷയിൽ ജയിൽ അധികൃതർ നടപടി തുടങ്ങി. ജീവപര്യന്തം ശിക്ഷ വിധിച്ച് 1 മാസം തികയും മുൻപാണ് പ്രതികൾക്ക് പരോൾ നൽകാനുള്ള നീക്കം നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾക്കാണ് ഇപ്പോൾ പരോൾ നൽകാൻ നീക്കം നടക്കുന്നത്. ഇതിനായുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. ഏതായാലും 8ാം പ്രതിയായ സുബേഷും 15ാം പ്രതിയായ സുരേന്ദ്രനുമാണ് ഇത്തരത്തിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ജനുവരി 3-നാണ് വിധി വന്നത്. വിധി വന്ന് 1.5 മാസം ആകുമ്പോഴേക്കുമായിരിക്കും ഈ പരോളിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതെന്നും പ്രത്യേകതയുണ്ട്. 21-ാം തീയതിയാണ് സുബീഷ് ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. 22-ാം തീയതി സുരേന്ദ്രനും ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ കാര്യത്തിൽ ഉയരുന്നത്. കാരണം ഇത്രത്തോളം വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിൽ ഇത്തരത്തിൽ പരോൾ അനുവദിക്കരുത് എന്ന് കുടുംബം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല ഈ കേസിൽ 10 പ്രതികളെ വെറുതെ വിട്ടൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ സംഭവത്തിൽ തുടരന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് കുടുംബം മുന്നോട്ട് വരുന്ന ഒരു സമയത്തു കൂടിയാണ് ഇത്തരത്തിൽ പരോൾ അപേക്ഷയുമായി രംഗത്ത് വരുന്നത്. ഏതായാലും സർക്കാർ ഈ കാര്യത്തിൽ അനുകൂലമായ തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ജയിൽ ഉപദേശക സമിതിയാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. പോലീസ് റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു, പോലീസിന്റെ റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. പക്ഷേ ഈ പോലീസിന്റെ റിപ്പോർട്ട് അത് ഏത് രീതിയിലാണ് ഉള്ള കാര്യം ഏതായാലും അറിവായിട്ടില്ല. ഇപ്പോൾ പരോളിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. 2 പ്രതികളാണ് അപേക്ഷ നൽകിയത്. നമ്മോടൊപ്പം ശരത് ലാലിന്റെ പിതാവ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഏതായാലും എന്താണ് ഇപ്പോൾ പരോൾ നൽകാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്? കുടുംബത്തിന് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? അല്ല, നമ്മൾക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത്രയും കാലം ഇതിനു വേണ്ടി ഇവരെ ജയിലിലിടാൻ വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചു. നിയമവശമായി എല്ലാ അങ്ങേയറ്റം വരെ പോയി. ഇവർക്ക് കിട്ടിയൊരു ശിക്ഷ ഇപ്പോൾ സർക്കാർ എന്ത് വെച്ചാൽ ഇതിനെ അവരെ രക്ഷപ്പെടുത്താൻ അന്നു മുതൽ തുടങ്ങിയ ഒരു കാര്യമാണ്. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ഇവർ ശിക്ഷ കിട്ടിയ സമയത്തും സർക്കാരിൻ്റെ ഉദ്ദേശം ഇവരെ എങ്ങനെയും പുറത്തിറക്കുക. അതായത് CPM-നെ പുറത്തിറക്കിയില്ലെങ്കിൽ ഇവർക്ക് ആളുണ്ടാവില്ല കൊല്ലാൻ. അപ്പോൾ ഇവരെ ഇനിയിപ്പോൾ നാട്ടിലിടി കൊന്നൊടുക്കണമെങ്കിൽ ഇവർക്ക് സംരക്ഷണം കൊടുത്തേ പറ്റൂ അവർക്ക്. അതാണ് ഇവരെ ഒരു സർക്കാരിൻ്റെ നയം. ഒരു പാർട്ടി മാത്രമല്ല, ഇത് നമുക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഒരു നീച പ്രവൃത്തിയല്ലേ സർക്കാർ ചെയ്യുന്നത്. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതാണോ? ഇപ്പോൾ 1 മാസമായതേ ഉള്ളൂ അവർക്ക് ശിക്ഷ ലഭിച്ചിട്ട്. ജയിലിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും P. ജയരാജൻ അവിടെ സ്വാഗതം ചെയ്തില്ലേ, അവർ വരവേറ്റതല്ലേ ജയിലിലേക്ക്. അപ്പോൾ P. ജയരാജൻ അവിടുത്തെ ഉപദേശക സമിതി അംഗമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇയാളെ തീരുമാനിക്കും. ഇനിയിപ്പോൾ ഇവർക്ക് TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് എത്ര 1000 ദിവസം മറ്റ പരോൾ നൽകിയ സർക്കാരല്ലേ ഇത്. അപ്പോൾ എങ്ങനെയെങ്കിലും ക്രിമിനലുകളെ രക്ഷപ്പെടുത്താനും അവരെ സംരക്ഷിക്കാനുള്ള ഒറ്റ തീരുമാനത്തിലാണ് സർക്കാർ പോകുന്നത്. കുടുംബം എന്താണ് ഇതിന് നമ്മൾ മുന്നോട്ട് അല്ല, നമ്മൾക്ക് നിയമപരമായിട്ട് എന്തോ ചെയ്യാൻ പറ്റും എന്നല്ലാതെ നമ്മളെന്താ ചെയ്യും? സർക്കാരിൽ തീരുമാനിക്കേണ്ടത്. സർക്കാർ ഇതിനെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ എന്താ ജനങ്ങൾ ചെയ്യുക? ഇപ്പോൾ ഇനിയിപ്പോൾ ജനരോഷം ഉണ്ടാകുന്നല്ലാതെ കൊണ്ട് ഈ സർക്കാരിനെ കുറിച്ചൊരു ബോധ്യം പൊതുജനങ്ങൾക്ക് മൊത്തത്തിൽ വരും എന്നല്ലാതെ കണ്ട് നമ്മൾക്ക് നിയമപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. സർക്കാർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണോ അത്? ഇവരെ ഒക്കെ അവരെ ജയിലിലിട്ടിട്ട് ഈ ക്രിമിനലുകളെ അവരെ തെറ്റ് കണ്ടവരെ ശിക്ഷിക്കപ്പെടേണ്ട ഒരു സർക്കാർ നേരെ തിരിച്ച് ഇവരെ രക്ഷിക്കാൻ നോക്കുക എന്ന് വെച്ചാൽ എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു അവസ്ഥയാണ് ഈ കേരളത്തിൻ്റെത്. ഇവരെ കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നിയമപരമായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യാന്നല്ലാതെ ബാക്കി ചെയ്യേണ്ടത് സർക്കാരാണ്. അവരിതിന് കൂട്ടുനിന്നാൽ നമ്മുടെ ഈ കേരള ജനത ഉറ്റുനോക്കുന്ന ഇവരുടെ അവസ്ഥ കണ്ട് സഹതപിക്കാനേ കാര്യമുള്ളൂ. പക്ഷേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവർ റിപ്പോർട്ട് കൊടുത്തു, പിന്നെ ഏത് രീതിക്കാണ് ഇവർ ജയിൽ അധികൃതർ റിപ്പോർട്ട് കൊടുത്തതെന്നറിയില്ല. അതിനെ എങ്ങനെ പരിഗണിക്കും സർക്കാർ എന്നറിയില്ല. മിക്കവാറും അത് നമ്മൾക്ക് ഒരു മനസ്സിൽ ഉറപ്പുണ്ട്. എന്ത് പറഞ്ഞാൽ അങ്ങനെ വിടൂല ഒരു കുറ്റവാളിയെ അത്ര പച്ചയായി ഈ പൊതുജനത്തിൻ്റെ മുമ്പിലേക്ക് ഇളക്കൂല എന്നുള്ളൊരു വിശ്വാസം ഈ സർക്കാരിൻ്റെ പേരിലുണ്ട്. പക്ഷെ അതും ചെയ്തു കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ പരിപൂർണമായിട്ടുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. എന്തായാലും 24 പ്രതികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 10 പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 14 പ്രതികളെയാണ് ശിക്ഷിച്ചത്. ഇതിൽ 10 പ്രതികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അതിലുള്ള 2 പ്രതികളാണ് ഇപ്പോൾ പരോളിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പ്രതികൾക്ക് പൂർണ്ണ പിന്തുണയുമായി CPM രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2 കോടിയോളം രൂപ ഇവരുടെ പ്രതികൾക്ക് നിയമസഹായം മറ്റുമായി ചെലവിനായി സമാഹരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായി. എന്തായാലും ഇപ്പോൾ കുടുംബം പ്രതികരിച്ചതുപോലെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധത്തിനായിരിക്കും ഇതിടയാക്കുക. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ റാഗിങ്ങിനിരയായി സിദ്ധാർത്ഥൻ മരിച്ചിട്ട് നാളെ 1 വർഷമാകുന്നു.
കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പരാമർശത്തിനെതിരെ ശക്തമായ വിമർശനമാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ഉന്നയിക്കുന്നത്. സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചതാണെന്ന് പറയാൻ CBI അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് MV ഗോവിന്ദന് മുന്നിലാണോ എന്ന് പിതാവ് ജയപ്രകാശ് ചോദിച്ചു. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെ നിയമ പോരാട്ടം നടത്തുമെന്നും പിതാവ് പറഞ്ഞു. MV ഗോവിന്ദൻ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അതാണ് ഞാൻ പറഞ്ഞത്. MV ഗോവിന്ദന് CBIയുടെ വ്യക്താവല്ലല്ലോ. എനിക്കറിയില്ല MV ഗോവിന്ദനെ CBIയുടെ വ്യക്താവായിട്ട് എന്നാണ് അയാളെ നിയമിച്ചതെന്ന്. CBIക്ക് CBIയുടെ നിയമമുണ്ട്. അങ്ങനെ ഒരു കണ്ടെത്തൽ നമുക്കറിയില്ല. തൂങ്ങിയ മരണമാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. തൂങ്ങിയാണ് മരിച്ചത്, അല്ലെ തൂങ്ങിയാണ് അത് മരണപ്പെട്ടത്. പക്ഷെ തൂങ്ങിയല്ല, തൂക്കിക്കൊന്നതാണ്. ആരെ തല്ലിയാലും കൊന്നാലും SFIക്ക് അതിൽ പങ്കില്ല എന്നാണ് MV ഗോവിന്ദനും ആർഷോയും പറയുന്നത്. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് സർക്കാരിന്റെ വഴിവിട്ട നീക്കത്തിനൊടുവിലായിരുന്നു. പ്രതികളെ പരീക്ഷ എഴുതിക്കാനുള്ള നീക്കവും നടന്നു. എന്നാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രതികളെ ഡീബാർ ചെയ്ത നടപടി നിലനിർത്താനായി. TP ശ്രീനിവാസനെ SFIക്കാർ തല്ലിയത് ന്യായീകരിക്കുന്ന ആർഷോ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. ആർഷയുടെ സംസ്കാരം അതാ. ആർഷയുടെ ഒരു സംസ്കാരം നോക്കിക്കഴിഞ്ഞാൽ അവന്റെ കൂടെ ഒരു സഹപാഠിയെ അല്ലെങ്കിൽ സഹപ്രവർത്തകയെ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ഒരു സമരം ചെയ്യുമ്പോഴേ കൂടെ ഉള്ള ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ആർഷോ പറഞ്ഞതാണ്, തന്തയില്ലാത്ത കൊച്ചിനെ ഞാൻ ഉണ്ടാക്കി തരുമടി എന്ന് പറഞ്ഞതാണ്. അത് അവന്റെ സംസ്കാരം. അവനെ നന്നാക്കാനായിട്ട് ആർക്കും പറ്റില്ല. അവനെ നന്നാക്കാൻ അവൻ നാളത്തെ ഒരു MLA മന്ത്രിയുമായിട്ട് നാടിനെ മുടിപ്പിക്കാൻ വേണ്ടി വന്നവനാണ്. അവൻ ആ രീതിയിൽ തന്നെ പൊയ്ക്കോട്ടെ. മകന്റെ ആത്മാവിന് നീതി ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്നും ജയപ്രകാശ് പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം മസ്കറ്റ് വിമാനം റദ്ദാക്കിയതോടെ വലഞ്ഞ് യാത്രക്കാർ. ഭക്ഷണവും താമസവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിമാന കമ്പനി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് യാത്രക്കാരെ കഴക്കൂട്ടത്തെ ഹോട്ടലിൽ എത്തിച്ചെങ്കിലും ഇക്കാര്യം അറിയില്ലെന്നായിരുന്നു ഹോട്ടൽ മാനേജ്മെന്റിന്റെ നിലപാട്. ഇതോടെ യാത്രക്കാർ പ്രതിഷേധിച്ചു. താമസ സൗകര്യം നൽകാമെന്ന ഉറപ്പിൽ പിന്നീട് പ്രതിഷേധം അവസാനിച്ചു. രാവിലെ 2 മണിക്ക് അവിടെ കട കയറി സ്ഥാപനത്തിന്റെ ഫോൾട്ട് അല്ല, നിങ്ങളുടെ ഫോൾട്ട് അല്ല. You are 100% genuine. Yes. I am with you. Right. Thank you, sir. Okay, I am with you. Thanks, sir. Thanks, The only thing they don't have any information and they are telling 15 rooms booked here and you have no information. That's injustice from their side. Actually, as per my colleagues, as per my colleagues. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. Sir, is the Air India? ഏത് ഫ്ലൈറ്റ്? മസ്കറ്റ്. റഷ്യയിലെ ബിയർ ക്യാനുകളിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രവും ഒപ്പും ഉപയോഗിച്ചതിനെതിരെ പ്രതിഷേധം. ചിത്രവും ഒപ്പും ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യയിലെ റഷ്യൻ അംബാസിഡർ ഡെനിസ് ആലിപ്പോവിനും പാലായിലെ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ ABJ ജോസിന് കത്തയച്ചു.